പ്രേതബാധ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വാക്കാണ് അല്ലേ? നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് നോക്കിക്കുന്ന സമയത്ത് പറയും പ്രേതബാധയാണുള്ളത്, അതിനുവേണ്ടി ഇന്ന പൂജ ചെയ്യണം, അതല്ല എന്നുണ്ടെങ്കിൽ ബാധ ഏറ്റ ആളെ കൊണ്ടുവരണം, കൊണ്ടുവന്നതിന് ശേഷം എന്താ ചെയ്യുക? അവരുടേതായിട്ടുള്ള രീതിയിൽ പല കാര്യങ്ങളും ചെയ്യും, ചിലപ്പോൾ ഉപദ്രവിക്കും. ശരീരം നൊന്തു കഴിഞ്ഞാൽ പ്രേതം ഇറങ്ങി പോകുന്നവരാണ് അല്ലേ? അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, ആദ്യം കൊണ്ടുപോകുന്നവർ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണം. എന്താണ് പ്രേതബാധ, എവിടെ കൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് കൂടി ഒന്ന് ചിന്തിക്കണം. പിന്നീട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതിന് ശേഷം കേസിനും വഴക്കിനും പോയിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ പ്രേതബാധ എന്താണ് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്, ഒന്ന് ഗുളികന് ബാധാരാശിയുമായിട്ടോ അനിഷ്ടരാശിയുമായിട്ടോ ബന്ധമുണ്ടെങ്കിൽ പറയുന്ന പ്രേതബാധ ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. പിന്നെ അത് ഏതേത് പാപഗ്രഹങ്ങളാണ്, അല്ലെ ഏതേത് പാപവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് രാശിയിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് ഗ്രഹമാണ് ഇങ്ങനെ നിൽക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും വെള്ളത്തിൽ ജലവുമായിട്ട് ബന്ധപ്പെട്ട മരണമാണോ ആ പ്രേതത്തിനുണ്ടായത്, വിഷവുമായിട്ട് ബന്ധപ്പെട്ടതാണോ, അഗ്നിയായിട്ട് ബന്ധപ്പെട്ടതാണോ, ഇങ്ങനെയൊക്കെ നമുക്കതിനെ വിലയിരുത്താൻ സാധിക്കും. ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള വലിയ അടിത്തറയും കാര്യങ്ങളൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്താണ്, ഇങ്ങനൊരു സംഭവം ഉണ്ടോ, പ്രേതബാധ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട്, പ്രേതബാധയുണ്ട്, ദൃഷ്ടിബാധയുണ്ട്, ബാലഗ്രഹബാധയുണ്ട്. ഇത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടി അതിനകത്ത് ഓർമ്മിപ്പിക്കേണ്ടി വരും. പ്രേതബാധയാണോ കൈവിഷമാണോ, ഇത് രണ്ടും കൂടെ നമുക്ക് ഇത് മാറി തിരിഞ്ഞും പോകാം. കാരണം സിംറ്റംസ് ഏകദേശം ഒരുപോലെയാണ് ഇതിൻ്റെ. നമ്മൾ ചിലർ കിടന്ന് അലറി കൂവുക, ശാരീരികമായിട്ട് അമിതമായിട്ടുള്ള ബലം ഉണ്ടാവുക, അതുപോലെ ചിലർക്ക് ആത്മഹത്യ ടെൻഡൻസി ഉണ്ടാവുക, പ്രവണത ഉണ്ടാവുക, മറ്റു ചിലർക്ക് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, അങ്ങനെ പലതരത്തിൽ ഓരോരുത്തരുടെ ഇത് കാണിക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുക, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ ആദ്യം കാണിക്കുക, അതിനുശേഷം ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുക. കാരണം ഇതെല്ലാം നമ്മുടെ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഞാനിത് പറയുമ്പോൾ പ്രേതബാധ എന്ന് പറയുന്ന ഒരു സാധനം ശരിക്കും ഉണ്ടോ അതുകൂടി പറയണം. നമസ്തേ രുദ്രധാര. പ്രേതബാധയും കൈവിഷവും, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. പ്രേതബാധയും കൈവിഷവും സിംറ്റംസ് ഏകദേശം ഒരുപോലെയാണ്. എന്താണ് പ്രേതബാധ? പ്രേതബാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുളികന് പാപരാശിയുമായിട്ടുള്ള ബന്ധം, അശുഭരാശിയുമായിട്ടുള്ള ബന്ധം, അത് വെച്ച് കണക്കാക്കിയാണ് പ്രേതബാധ സ്ഥിരീകരിക്കുന്നത്. അതുപോലെ തന്നെ ഏതേത് പാപഗ്രഹങ്ങളായിട്ടാണ് ഇതിൻ്റെ സംയോഗം, അങ്ങനെ വെച്ചിട്ട് മരണകാരണവും കൂടി കണ്ടെത്തും. ഇതിനൊക്കെ അപ്പുറം മറ്റൊന്നും കൂടി ഓർമ്മിപ്പിക്കാം. പ്രേതം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയത് സീരിയലുകാരാണ്, അല്ലെ സിനിമാക്കാരാണ്. അതിന് അവരൊരു വേഷം കൽപ്പിച്ച് നൽകിയിട്ടുണ്ട് അല്ലേ? അതാണ് നമ്മുടെ ഉള്ളിലുള്ള പ്രേതം. എന്നാൽ മറ്റ് ചില ഇൻ്റർവ്യൂസിനകത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പ്രേതത്തെ നേരിട്ട് കണ്ടവർ അവരുടെ കാലുകൾ താഴെ മുട്ടുന്നില്ല, ഇങ്ങനെ പറന്നൊഴുകി പോവുകയാണ്. നമ്മുടെ മഹീന്ദ്ര താറൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോത്തില്ലേ, അതുപോലെ ഇങ്ങനെ ഒഴുകിപ്പോവുകയാണ് എന്ന് പറയാം. പലർക്കും പല രൂപങ്ങളാണ് പറയുന്നത്. ഇത് ഏറ്റുകഴിഞ്ഞാൽ എന്താണ് പ്രതിവിധി? ശരിക്കും താളിയോല പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണ് പ്രേതബാധ, എങ്ങനെയാണ് പ്രേതബാധ? അത് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് അതിനുള്ള പരിഹാരം ചെയ്യുന്നത്. പരിഹാരം സിമ്പിളാണോ? ഞാൻ പറഞ്ഞല്ലോ, അസുഖമാണെന്നുണ്ടെങ്കിൽ അതിന് മരുന്ന് കഴിച്ചേ പറ്റൂ. എന്നാൽ ഇങ്ങനത്തെ ചില നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു ശക്തി, ഒരു പവർ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് തന്നെ സാധിക്കും. അതിന് മുന്നോടിയായിട്ട് ഞാനൊരു ചെറിയ കഥ പറയാം. ഈ പ്രേതത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 90% ആൾക്കാർക്കും പറയാനുള്ളത് ഒന്നാണ്, കണ്ടിട്ടില്ല. ഒരു 80% പേർക്കും ഇതിനകത്ത് വിശ്വാസമില്ല. ബാക്കി 20%-ൽ ഒരു 10% പേര് പറയുന്നുണ്ട് ഞങ്ങളിതിനെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നോ. ചിലർ കണ്ടിട്ടില്ല, പക്ഷേ എങ്കിലും പറഞ്ഞത് വിശ്വസിക്കുന്നു.
എന്നേ ഉള്ളൂ. ശരിക്കും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഉണ്ട്. കണ്ടിട്ടുണ്ടോ? സാധാരണ മനുഷ്യന് ഇതിനെ കാണാൻ സാധിക്കില്ല. ആറാം ഇന്ദ്രിയൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്കാണെങ്കിൽ ഒരുപക്ഷെ കാണാൻ സാധിക്കുമായിരിക്കാം. സാധാരണക്കാരനെ ഇതിനെ കാണാൻ സാധിക്കത്തില്ല. പക്ഷെ ഇതിനെ അനുഭവിക്കാൻ സാധിക്കും, അറിയാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. എങ്ങനെയാണോ? അതിന് മുമ്പൊരു കഥ. എൻ്റെ കുട്ടിക്കാലത്ത് നമ്മുടെ വീട്ടിൽ കൂട്ടുകുടുംബം, അവിടെ രാത്രിയാകുമ്പോൾ ഒരു 9 മണി കഴിയുമ്പോൾ ഒരു സ്ത്രീ വന്ന് ഡോറിൽ തട്ടും. ഫ്രണ്ടിലത്തെ ഡോറിൽ അല്ലെങ്കിൽ ബാക്കിലത്തെ ഡോറിൽ, ഈ അടുക്കള ഭാഗത്തെ ഡോറിൽ തട്ടും. തട്ടിയിട്ട് നമ്മൾ തുറക്കുമ്പോൾ എന്താണെന്നറിയാം. തുറക്കുമ്പോൾ ഇവർ വന്ന് ഒരു തേങ്ങ ചോദിക്കും. തേങ്ങ, പൊട്ടിച്ച തേങ്ങയാണ് ചോദിക്കുന്നത്. എന്തിനാ? കഴിക്കാൻ. ശരിക്കും ആ സ്ത്രീക്ക് ഭ്രാന്താണ്. അപ്പോൾ ഈ സ്ത്രീയുടെ രൂപം കണ്ടാൽ ഭയപ്പെടും. നല്ല കറുത്ത രൂപം, വലിയ ചുവന്ന പൊട്ട്, മുടി അഴിച്ചിട്ടിരിക്കുക, ഒറ്റ കളർ ചുവന്ന സാരി എന്ന് പറയാൻ പറ്റത്തില്ല, പട്ട് പോലൊരു സാധനം ചുറ്റിയിരിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് വരുന്നത്. പോരാത്തതിന് മുടിയുടെ കുറച്ച് ഭാഗത്ത് ജടയും. ഈ രൂപം കണ്ടാൽ പകൽ സമയത്ത് കണ്ടാൽ പേടിയോ? രാത്രിയുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. കുട്ടിക്കാലത്ത് ഇവരുടെ പേര് പറഞ്ഞിട്ടാണ് നമ്മളെ ഉറക്കുന്നത്. കാരണം ഭയങ്കര പേടിയാണ് അവർ എല്ലാവർക്കും. കുട്ടിയമ്മ എന്നാണ് വിളിക്കുന്നത്. ജീവിച്ചിരിപ്പില്ല. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ വരുമായിരുന്നു. ഒരു ദിവസം മരണപ്പെട്ടു. എനിക്കാണെന്നുണ്ടെങ്കിൽ കുട്ടി പ്രായത്തിൽ ഈ ഇതിനൊക്കെ പോകുന്നത് ഭയങ്കര ഭയമുള്ള കാര്യമാണ്, ഭയങ്കര പേടിയാണ്. ഇപ്പോൾ 10-13 വയസ്സുള്ള സമയത്ത് ഞാൻ ഇതിന് പോവില്ല. പക്ഷെ അന്നത്തെ ദിവസം പോകേണ്ടി വന്നു. കാരണം എന്ന് വെച്ചാൽ വീട്ടിലാരുമില്ല, എന്നെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാൻ വയ്യ. എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണ്. അങ്ങനെ എന്നെയും കൂടെ കൊണ്ടുപോയി ഇതിന്. ആദ്യമായിട്ട് പോവാണ് ഈ സംഭവം, ചടങ്ങിന്. ഒന്ന് ആലോചിച്ച്, ഒരു കൊച്ചു ചെറുക്കൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കണം. നമുക്ക് എന്നും പേടിയുള്ള ഒരു സംഭവത്തെ അതില്ലാതാവുന്ന ആ ദിവസം നമ്മളത് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ അതിലും വലിയ മികച്ച സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത്, പ്രതിഭാസമാണ് അവിടെ നടക്കുന്നത്. അന്നത്തെ ദിവസം അവിടുത്തെ ഒരു വലിയ മുതിർന്ന ഒരു സ്ത്രീയുടെ മുകളിൽ പണ്ടെപ്പോഴോ മരിച്ചു പോയ ഒരു അപ്പൂപ്പനോ ആരാണ്ട് കയറി വന്നു. അവർക്ക് അസാമാന്യമായിട്ടുള്ള ഒരു ആരോഗ്യം വന്നു. ഒരു അലമാരിയൊക്കെ ഒറ്റ കൈ കൊണ്ട് പൊക്കിയിടുന്നു. ആ രീതിയിൽ ഭയങ്കര പവർഫുൾ. അവർ ഭയങ്കരമായിട്ട് അലറി കൂവി ബഹളമൊക്കെ വെച്ച് വല്ലാത്തൊരവസ്ഥ. ഇത് കണ്ട് പേടിച്ച് ഞാൻ അമ്മൂമ്മയുടെ സൈഡിൽ ഒളിച്ച് ചെയ്യുകയാണ്. ഈ സമയത്ത് ഇവർ പറയുന്ന ഒരു കാര്യം, അവിടെ ദഹിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് ദഹനം തുടങ്ങി. ദഹിപ്പിക്കാൻ പറ്റത്തില്ല, അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണം, എടുത്തേ പറ്റൂ. ഇവർ നേരെ ചെന്ന് വിറവെല്ലാം കൂടെ എടുത്ത് മാറ്റി എറിയുകയാണ്. കത്തിക്കൊണ്ടിരിക്കുന്നത് എടുത്ത് മാറ്റി എറിയുകയാണ്. ഈ അവസ്ഥ നമ്മളിത് കണ്ടുകൊണ്ട് നിൽക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് അത് സംഭവം കാണുമ്പോൾ ആ ഒരു ഭീതി മനസ്സിലേക്ക് നമുക്ക് കയറുവാണ്. ഇതെല്ലാം എടുത്ത് മാറ്റി എറിയുകയാണ്. അവസാനം ഒരു രക്ഷയില്ല. അപ്പോൾ അവരല്ല പറയുന്നത്, അവരുടെ പുറത്ത് വന്ന എന്തോ ആണ് പറയുന്നതാണ് വെയ്പ്പ്. അങ്ങനെ അവസാനം ഇതിനെല്ലാം കൂടെ ഒരു ടയർ കൊട്ടയ്ക്കകത്ത് പകുതി വെന്തതിനെ എടുത്ത് കൊണ്ടുവന്ന് കായലിൽ കളഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം. കായലിൽ കൊണ്ട് കളഞ്ഞു. അവരുടെ മണ്ണിൽ ദഹിപ്പിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നു. പിന്നീടുള്ള 3-4 ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. വല്ലാത്തൊരവസ്ഥ. മൈൻഡിങ്ങനെ പറയാൻ പറ്റില്ല നമുക്കത്. ഈ സമയത്ത് ഇതിന് ശേഷമുള്ള ദിവസങ്ങൾ പലരും ഈ സ്ത്രീയെ അവിടെ കണ്ടിട്ടുണ്ട്. പിന്നീട് നാട്ടിലെ മൊത്തം ചർച്ചയായത് ഈ സ്ത്രീയെക്കുറിച്ചാണ്, ഈ കുട്ടിയമ്മയെക്കുറിച്ച്. കുട്ടിയമ്മയെ പലരും അവിടെ കണ്ടിട്ടുണ്ട്. രാത്രിയൊന്നും പോവില്ല ആരും അതുവഴി. ഇല്ല, നമ്മുടെ സുമതിയോളവൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ എന്തോ പറഞ്ഞാലും ആ ഭാഗത്തൂടെ ആരും സഞ്ചരിക്കത്തില്ല. അങ്ങനെ എല്ലാവർക്കും പൊതുവെ ഭയമാണ്. രാത്രിയുള്ള ഒരു ഡോറിൽ എല്ലാ വീട്ടിലും പോയി ഇവർ തട്ടും. രാത്രി ഡോറിൽ തട്ടിക്കഴിഞ്ഞാൽ തുറക്കത്തില്ല അവിടെ ഒറ്റ വീട്. കാരണം അവർക്കറിയാം കുട്ടിയമ്മയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കഥ അവിടെ പ്രചരിച്ചിട്ടുണ്ട്. നമ്മളതിനെ കണ്ടിട്ടൊന്നുമില്ല. അതിനുശേഷം അവരുടെ മരണശേഷം നമ്മളിതിനെ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതൊരു വ്യക്തിയുടെ അനുഭവമാണ്. ഇതുപോലെ അനുഭവങ്ങളുള്ള നിരവധി പേരുണ്ട്. പിന്നെ പകുതിയും മനസ്സിൻ്റെ തോന്നലാണ്. നമ്മുടെ പുറത്ത് രക്ഷയൊക്കെ നമ്മൾ ചരട് കെട്ടും, നമ്മൾ പല സാധനങ്ങളൊക്കെ നമ്മൾ ധരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇത് മാനസികമായിട്ടുള്ളൊരു കോൺഫിഡൻസ് മാത്രമാണ്. മനസ്സിലായോ? നമുക്കറിയാം, ഭയം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അടിവയറ്റിൽ ഒരു വല്ലാത്ത വേദന അനുഭവപ്പെടും, വീർപ്പുമുട്ടൽ വരും, നെഞ്ചുവേദന അനുഭവപ്പെടും, ശ്വാസതടസ്സം അനുഭവപ്പെടും. ഇതൊക്കെ സ്വാഭാവികമാണ്.
അവിടെ ഒരു ഹോർമോൺ ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്, ഭയം കൊണ്ടുണ്ടാകുന്നത്. സോ അതിനകത്ത് സൈക്കോളജിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എപ്പോഴാണോ ഭയം ഉണ്ടാകുന്നത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ടു തിങ്ക് അബൌട്ട് ഫിയർ. അതായത് ഭയത്തെക്കുറിച്ച് ചിന്തിക്കുക, എന്താണ് ഭയം എന്നാലോചിക്കുക, എന്താണ് അതിൻ്റെ സിംറ്റംസ് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും റിക്കവർ ചെയ്യാൻ സാധിക്കും എന്നുകൂടി പറയപ്പെടുന്നു, അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുന്നു എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പ്രേതബാധയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എന്താണ് ബാധ വന്നാലുള്ള ലക്ഷണങ്ങൾ? 1, ഉറക്കം ഇല്ലായ്മ. 2, ഉറങ്ങുമ്പോൾ മരണപ്പെട്ടവരെ സ്വപ്നം കാണുന്നു. 3, ഉറക്കത്തിൽ നമ്മുടെ ചെവിയിൽ ആരൊക്കെയോ വന്നിരുന്ന് എന്തൊക്കെയോ പറയുന്ന പോലത്തെ ഫീല് വരുന്നു. നമ്മുടെ പുറത്ത് മറ്റൊരാൾ കിടക്കുന്ന പോലെ ഒരു ഫീല് വരുന്നു. നമ്മുടെ അടുത്ത് മറ്റൊരാൾ കിടക്കുന്ന പോലുള്ള ഒരു ഫീല് വരുന്നു. മറ്റൊന്ന്, ലഹരിയുടെ അമിതമായ ഉപയോഗം ഉണ്ടാകുന്നു. ആത്മഹത്യാ പ്രവണത ഉണ്ടാകുന്നു. ഇതൊക്കെ ഇതിൻ്റെ ഒരു സിംറ്റമായിട്ട് കണക്കാക്കാം. കൈവിഷവും ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടും തമ്മിൽ നിന്ന് മാറിപ്പോവും. പ്രേതബാധയുള്ള വീടുകളുണ്ട്. ആ വീടുകൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചില ചിഹ്നങ്ങൾ അവിടെ ഉണ്ടാവാം, ചില രൂപങ്ങൾ അവിടെ ഉണ്ടാവാം, ഉപേക്ഷിച്ചു പോയ ചില രൂപങ്ങൾ അവിടെ ഉണ്ടാവാം, രക്തക്കറ ഉണ്ടാവാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പഴയ പണ്ടത്തെ വീടുകളിലൊക്കെ. ഇതുപോലത്തെ അനുഭവങ്ങളുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. എനിക്കല്ല, മറ്റുള്ളവരുടെ, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവങ്ങളാണ്. അപ്പോൾ ഇത് മാറാൻ എന്താ ചെയ്യുക? 1, ആവാഹിക്കുക. ആവാഹിച്ചിട്ട് ഗോപി ചന്ദ്രകല താലി, ഇത്രയും കാര്യങ്ങൾ ഗോപി ചന്ദ്രകല താലിയിൽ ആവാഹിച്ച് ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ജ്യോതിഷം പറയപ്പെടുന്ന ഒന്ന്. മറ്റൊന്ന്, വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. 1, ഞാൻ പറഞ്ഞു തുടക്കത്തിൽ, ഇതൊരു മാനസിക പ്രശ്നം കൂടിയാണ്. പ്രേതം ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ മേളിൽ പ്രേതമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ചുറ്റും പ്രേതമുണ്ട് എന്നുള്ള മാനസികമായൊരു വിഭ്രാന്തി, ഉന്മാദം എന്ന് പറയും. ഉന്മാദം 2 തരത്തിലുണ്ട് കേട്ടോ. അമിതമായിട്ടുള്ള ആഹ്ലാദത്തിൽ നമ്മൾ ഉന്മാദം എന്ന് പറയാറുണ്ട്, ലഹരിയെ ഉന്മാദം എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുന്ന സമയത്ത് എന്താ ചെയ്യുക? വെള്ളിയാഴ്ച ദിവസം വയമ്പ് പാലിനകത്ത് അരച്ച് കലക്കിയും കൊടുത്താൽ മതി. വയമ്പ് വെള്ളിയാഴ്ച ദിവസം സന്ധ്യ നേരത്ത് ഉന്മാദാവസ്ഥ മാറിക്കിട്ടും. 2, കൈവിഷമാണ്, ഇത് കൈവിഷമാണെന്ന് നമുക്ക് തോന്നി, അല്ലെ പ്രേതബാധയാണ്, അല്ലെ കൈവിഷമാണെന്നുണ്ടെങ്കിൽ ഇത്തിളെന്ന് പറയുന്ന സാധനം, ഞാനിത് പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ളൊരു സംഭവമാണ്. പലരും പരീക്ഷിച്ച് നോക്കിയതാണ്. ഈ ചില ക്ഷേത്രങ്ങളിൽ ഇത് ഛർദ്ദിപ്പിച്ച് കളയുന്ന ചടങ്ങുണ്ടെന്ന് പറഞ്ഞു. അവിടെ പോകാൻ പറ്റാത്തവരുണ്ട്, അന്യമതസ്ഥരുണ്ട്. പോകാൻ പറ്റാത്തവർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒന്നാണ്. ഇത്തിൾ എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇത്തിള്, പ്ലാവിനകത്ത് ഉണ്ടാകുന്ന ഇത്തിളുണ്ട്. വാദം, കഫം, പിത്തം, ശോധം ഇതിനെല്ലാം പരിഹാരമായിട്ടുള്ള ഒന്നാണ് ഇത്തിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇത്തിള് പ്ലാവിനകത്ത് ഉണ്ടാകുന്നത് പാലിൽ അരച്ച് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാർക്കുണ്ടാവുന്ന ലൈംഗിക സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും. വയാഗ്ര തേടി പോകേണ്ട കാര്യമൊന്നുമില്ല. 2, കാഞ്ഞിരത്തിനകത്തുണ്ടാകുന്നത് അരച്ച് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ, പാലിനകത്ത് കുടിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെടും. 3ാമത്തതാണ് പുളി. അറിയാമല്ലോ, പുളി, വാളംപുളി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ പുളിയിലുണ്ടാകുന്ന, കിട്ടാൻ വളരെ പാടാണ്, ചെറിയ ഇലയാണ്. പുളിയിലുണ്ടാകുന്ന ഇത്തിൾ അരച്ച് കലക്കി, പാലിൽ അരച്ച് കലക്കി ശനിയാഴ്ച ദിവസം കാലത്ത് 5 മണിക്ക് ശേഷം വെറും വയറ്റിൽ കുടിച്ചാൽ കൈവിഷം ഇറങ്ങും. പൂർണ്ണമായിട്ടും പരിപൂർണമായിട്ടും ഇറങ്ങും. സാധനം കിട്ടാൻ പാടാം. അപ്പോൾ ഈ ഒരു സംഭവം മാത്രം ചെയ്താൽ മതി. പക്ഷേ പലരും പോയിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്, ഇതല്ലേ സാധനം എന്ന് ചോദിച്ച് പലരും അയച്ചു തന്നത് മരവാഴ എന്ന് പറയുന്ന സാധനമാണ്. മരവാഴ ആണ് അരച്ച് കലക്കി കുടിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ശരീരം മുഴുവൻ ചൊറിഞ്ഞ് തടിക്കുകയും തൽഫലമായി ഉണ്ടാകുന്ന ശ്വാസതടസ്സവും ആശുപത്രിവാസവും അനിവാര്യമാണ്. മാത്രവുമല്ല, ചിലപ്പോൾ ആൾ തട്ടിപ്പോകാനുള്ള ചാൻസും ഉണ്ട്. അവസാനം പറയണം, രുദ്രധാരയ്ക്കകത്തിരുന്നില്ല മനുഷ്യനുണ്ടല്ലോ പുള്ളി പറഞ്ഞു തന്നതാണെന്നോ.
അതുകൊണ്ട് ഇതിന് കമ്പനിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒറിജിനൽ സാധനം തന്നെ കിട്ടാൻ നോക്കണം. അതുകൊണ്ടാണ് ഞാനിവിടെ പ്രത്യേകം പരാമർശിച്ചത്. അപ്പോൾ പ്രേതബാധ എങ്ങനെ മാറ്റാം എന്ന് ചോദിച്ചില്ലേ? പ്രേതബാധ ആണെന്ന് ഉറപ്പിച്ചാൽ അതിനും മറുപടി ഉണ്ട്. സംഭവം നിങ്ങൾ ഒരു ജ്യോത്സ്യൻ്റെ അടുത്തും പോകണ്ട, ഒരു അടിയും കൊള്ളണ്ട. അവന്മാരെന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ എല്ലാ ജ്യോത്സ്യന്മാരെയും പറയത്തില്ലേ, അതും കൂടെ ഉറപ്പിക്കാം. നല്ല അറിവുള്ള ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ളവർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്, നല്ലവരായിട്ടുള്ളവർ. അപ്പോൾ അവരെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ഇതിൻ്റെ പിന്നിൽ പലതും നടത്തുന്ന വിഭാഗങ്ങളുമുണ്ട്. നേരിട്ട് വിളിച്ച് വരുത്തുക, റൂമിനകത്ത് കയറ്റുക, ഡോർ അടയ്ക്കുക, ശേഷം ആവാഹനം നടത്തുന്ന ടീമുകളുണ്ട്. ഞാൻ അവരെയാണ് പറയുന്നത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കൊണ്ടുപോകുന്നവരെ. ഇവിടെ ചെയ്യേണ്ടത് ചീലാന്തി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ചീലാന്തി ഇവിടെയൊക്കെ ഉണ്ടോ? ആ മരം ഇവിടെയൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കായലിൻ്റെ സൈഡിൽ എന്തായാലും ഈ സാധനമുണ്ട്. പണ്ട് ഈ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന അതിനകത്ത് വെച്ചിട്ടായിരുന്നു. ഈ ഇല വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഇടിയപ്പം ഉണ്ടാക്കുമായിരുന്നു. അതാണ് ഈ സാധനം, ചീലാന്തി. അത് ഞാൻ കൊച്ചുള്ളത് ഇങ്ങനെ ചുരുട്ടിയിട്ട്, വീടി വലിക്കുന്നതല്ല, ചുരുട്ടിയിട്ട് ഇങ്ങനെ ഊതുമ്പോൾ പി നല്ല നമ്മുടെ സാധനമുണ്ടല്ലോ, അത് ഉണ്ടാക്കാൻ പറ്റും. നല്ല ശബ്ദമാണ് അത് വരുന്നത്. അപ്പോൾ ആ ഇല എടുക്കുക. ആ ഇല എടുത്തിട്ട് ആ ഇല കുറച്ച് പറിച്ച് വയ്ക്കുക. എന്നിട്ട് ഏത് വ്യക്തിയിലാണോ ഇതിങ്ങനെ ഉള്ളത്, അല്ലെങ്കിൽ പ്രേതബാധ ഉണ്ടെന്ന് നമുക്കൊരു സംശയമുണ്ട്. കാരണം ഉറക്കത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു, ഉറങ്ങാൻ പറ്റണില്ല, അമിതമായിട്ടുള്ള ബലപ്രയോഗം നടത്തുന്നു, ഒന്നും പറ്റണില്ല, ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ പ്രേതബാധ ഉറപ്പിച്ചാൽ ചെയ്യേണ്ട കർമ്മമാണ് പറയുന്നത്. അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടെ പറയാം. പ്രേതബാധ ഉള്ള വ്യക്തിയെ നന്നായിട്ട് ഓടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നീ നടത്തുക അല്ലെങ്കിൽ ഓടിക്കുക. രാവിലെ വൈകിട്ടോ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ. കാരണം ഈ സമയത്ത് മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ മാറി കിട്ടും. കാരണം ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നല്ല രീതിയിൽ ബൂസ്റ്റ് ആവും. ഈ സമയത്ത് മാനസികമായിട്ടുള്ള ഒരു വിഷാദം, ആ ഒരു ഉന്മാദാവസ്ഥയൊക്കെ വളരെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം പ്രേതബാധയല്ല എന്നുള്ളത്. അപ്പോൾ ഈ പ്രേതബാധയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ചീലാന്തിയില എടുക്കുക. ശേഷം കളിമണ്ണ് തന്നെയാണ് അത്യാവശ്യം. നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുമുള്ള മണ്ണല്ല, കളിമണ്ണ് തന്നെ എടുക്കുക. കളിമണ്ണ് കിട്ടുന്നതിന് പാടാണ്, മേടിക്കാൻ കിട്ടും. പക്ഷേ കളിമണ്ണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വയലിലോട്ട് ഇറങ്ങിയാൽ മതി. വയലിലോട്ട് ഇറങ്ങി ഒരു 1/2 അടി താഴ്ത്തതിന് ശേഷം കിട്ടുന്ന കളിമണ്ണാണ്. അപ്പോൾ ആ സാധനം എടുത്ത് ഒരു കുഞ്ഞു രൂപം ഉണ്ടാക്കും. വളരെ നമ്മുടെ ആ വ്യക്തിയുടെ കൈപ്പത്തിയുടെ നീളം എത്രയുണ്ടോ അത്രയും ഇതിലുള്ള ഒരു കുഞ്ഞു രൂപം ഉണ്ടാക്കുക. കുഞ്ഞു രൂപം ഉണ്ടാക്കിയതിന് ശേഷം ചെവി നമ്മൾ 2 ഭാഗത്ത് കുഴിയിടുക, വായുടെ ഭാഗത്ത് കുഴിയിടുക, മൂക്കിൻ്റെ 2 ദ്വാരങ്ങൾ വയ്ക്കുക, കണ്ണിൻ്റെ ഭാഗത്ത് വയ്ക്കുക. ചെവി, മൂക്ക്, കണ്ണ്, വായ, ഈ പറയുന്ന 4 ഭാഗങ്ങളിൽ എന്ത് ചെയ്യുക, ഈ പറയുന്ന കുഴികൾ ഇടുക എന്നുള്ളതേ ഉള്ളൂ. ഓരോ കുഴി ഇടുക, അത്രയേ ഉള്ളൂ. ശേഷം ചെയ്യേണ്ടത് ഈ വ്യക്തിയുടെ പേര് നാളും അതിനെ വിളിക്കുക. 3 പ്രാവശ്യം അതിനെ വിളിക്കുക. വിളിച്ചതിന് ശേഷം ഈ ശരീരം മുഴുവൻ ഇതിനെ എന്ത് ചെയ്യുക, ഒഴിയുക. ഈ വ്യക്തിയുടെ ശരീരം മുഴുവൻ ഒഴിഞ്ഞതിന് ശേഷം ഈ ചീലാന്തിയിലയിൽ വെച്ച് മടക്കുക. ചീലാന്തിയിലയിൽ വെച്ച് മടക്കിയതിന് ശേഷം ഇതിനെ എന്ത് ചെയ്യുക, ചുട്ട് കളയുക എന്നുള്ളതാണ്. ചുട്ട് നല്ല രീതിയിൽ ചുടുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് ഒരു കറുപ്പ് കളറാണ്. നിങ്ങൾ അടുപ്പിലിട്ട് നിങ്ങൾക്ക് ഇതിനെ ചുടാം. ചുട്ട് കഴിഞ്ഞ് ഇത് നല്ലൊരു കറുപ്പ് കളറാകുന്ന സമയത്ത് ഇതിനെ എടുത്ത് വീടിൻ്റെ തെക്ക് വശത്ത് കൊണ്ടുവന്ന് പൊട്ടിച്ച് കളയുക എന്നുള്ളതാണ് ഈ കർമ്മം. ഇത് ശരിക്കും ആവാഹനത്തിൻ്റെ മറ്റൊരു രീതിയാണിത്. നമുക്കറിയാവുന്ന തരത്തിലുള്ള ആവാഹനമാണ്, കൗളത്തിൽ പറയുന്ന ഒരു ആവാഹനമാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ആ മണ്ണ് അവിടുന്ന് കോരിയെടുക്കുക. പൊടിച്ച സാധനം അവിടെ ഒരു കാരണവശാലും ഇടാൻ പാടില്ല. അതിനെ കോരിയെടുത്ത് കൊണ്ടുവന്ന് നിങ്ങൾ എവിടെയെങ്കിലും എന്ത് ചെയ്യുക, ദൂരെ, നമ്മുടെ പറമ്പിലല്ലാതെ വേറെ എവിടെയെങ്കിലും കൊണ്ട്, മറ്റവൻ്റെ വീട്ടിലോട്ട് കൊണ്ട് കളയരുത്, അല്ലാതെ വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയുക എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ ഈ സംഭവത്തിൽ. അവിടെ ഈ പറയുന്ന പ്രേതബാധയും മറ്റു കാര്യങ്ങളൊക്കെ ഇല്ലാതെയാവും. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം നല്ല മദ്യപാനികൾക്കുണ്ടാവാറുണ്ട്. അതായത് ശക്തമായിട്ട് മദ്യപിക്കുന്ന ഒരു വ്യക്തി മദ്യപാനം നിർത്തുന്ന സമയത്ത് വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയും. അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ, ഇതേ സിംറ്റംസ്, ആരോ ചെവിയിലിരുന്ന് മന്ത്രിക്കുന്നത് പോലെ തോന്നും, ഒരു പുറകിലൊരു എല്ലാം വീണാൽ കൂടി പെട്ടെന്ന് ഞെട്ടും, പേടിക്കും, അങ്ങനെ സംഭവിക്കും. ആവശ്യമില്ലാത്ത സ്വപ്നങ്ങൾ കാണുക, ഉറക്കമില്ലാതെ മയങ്ങുക. പക്ഷേ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്തത് പോലെ തോന്നും, ഒന്നും ചെയ്യാൻ പറ്റില്ല, ആ ഒരു അവസ്ഥയിലൊക്കെ പോകും. അപ്പോൾ അത് ഈ ലഹരി എന്ന് പറയുന്നതും ഈ പറയുന്ന ഒരു തരം ബാധയാണ് എന്നുകൂടി ഇതിനകത്ത് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ചീലാന്തി ഇല എന്ന് പറയുന്ന സാധനം കിട്ടിയില്ലെങ്കിൽ ചില നാട്ടിൽ പാഞ്ചി ഇല എന്ന് പറയുന്നൊരു സാധനമുണ്ട്.
അതാണെങ്കിലും മതി. ഈ രണ്ടിലയും നിങ്ങൾക്ക് കിട്ടിയില്ല. പവർഫുൾ ആയിട്ടുള്ള സാധനം ഇത് രണ്ടുമാണ് പറയുന്നത്. ഇത് രണ്ടും നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ലാസ്റ്റ് പരിപാടി? ഒറ്റ കാര്യം, വയന. ഞാൻ ഇതിനു മുമ്പ് വയനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വയനയിൽ ഉപയോഗിക്കുക. പക്ഷെ കിട്ടുന്നെങ്കിൽ ശീലാന്തി തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്. അല്ലാതെ വെള്ള സാരി ഉടുത്ത് ഒരു പ്രേതവും വരത്തില്ല. ഇതിനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. കാരണം ഇതിനെ കാണാൻ പറ്റില്ല. കൈയും കാര്യമില്ലാത്ത രൂപമില്ലാത്ത സാധനത്തിനെ നമ്മൾ എങ്ങനെ കാണുന്നത്? പക്ഷെ ഒരു എനർജി ഉണ്ട്. ദൈവത്തിൽ വിശ്വസിച്ചാൽ ഉറപ്പായിട്ടും അതിനകത്ത് വിശ്വസിക്കണം. അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? അപ്പോൾ മറ്റുള്ളവർക്ക് ഇത് കേൾക്കുമ്പോൾ വളരെ തമാശയായിട്ട് തോന്നും, മണ്ടത്തരം പറയാണെന്ന് തോന്നും. പക്ഷെ ഇത് അനുഭവിക്കുന്ന, എന്നെ വിളിച്ചിട്ടുള്ള ഒരുപാട് പേര് ഇത് അനുഭവിക്കുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ട്. ഒരുപക്ഷെ ലോകം കുറച്ച് കണ്ടതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കും ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. സോ എനിവേ, ചെയ്തു നോക്കൂ. ആരടുത്ത് പോകണ്ട. നമുക്ക് എന്താ പറയുക, ജീവിക്കാൻ, സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ളതെല്ലാം നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഉണ്ട്. അത് ഓരോ അറിവുകളായിട്ട് നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. അതൊന്ന് കണ്ടെത്തുക, അത്ര മാത്രമേ ഉള്ളൂ. അതിന് രുദ്രധാരയിലൂടെ ഇനിയും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ.